ഈ ടൗൺ സൗന്ദര്യവൽക്കരണം വന്നതുകൊണ്ട് ഒരു ഇഞ്ച് പോലും റോഡ് ചുരുങ്ങിയിട്ടില്ല, റോഡ് വീതി കൂടെ ചെയ്തിട്ടുള്ളത്. പക്ഷെ പല ആളുകളും പറയുന്നത് ഫുട്പാത്ത് വന്നു, മറ്റത് വന്നു, അതെല്ലാം കൊണ്ട് റോഡ് ചുരുങ്ങിപ്പോയി. റോഡ് ചുരുങ്ങിപ്പോലല്ല യഥാർത്ഥത്തിൽ ഉണ്ടായിട്ടുള്ളത്. വസ്തുത മനസ്സിലാക്കാതെയാണ് അത്തരം പ്രചരണങ്ങൾ നടക്കുന്നത്. ചങ്ങരംകുളത്തെ രൂക്ഷമായ ഗതാഗത കുരുക്കിന് പരിഹാരം കാണണമെന്ന് CPM നേതാക്കൾ വാർത്താ സമ്മേളനത്തിൽ ആവശ്യപ്പെട്ടു. പി നന്ദകുമാർ MLA കൊണ്ടുവന്ന സൗന്ദര്യവൽക്കരണ പദ്ധതിയാണ് നിലവിലെ ഗതാഗത കുരുക്കിന് കാരണമെന്നത് തെറ്റായ പ്രചരണമാണെന്നും CPM സൗന്ദര്യവൽക്കരണത്തിന്റെ ഭാഗമായി ഒരു റോഡും വീതി കുറച്ചിട്ടില്ലെന്നും നേതാക്കൾ പറഞ്ഞു. നമുക്കെല്ലാവർക്കും അറിയാവുന്നതുപോലെ ചങ്ങരംകുളം ടൗൺ പഴയതല്ല. ഇപ്പോൾ കഴിഞ്ഞ ഗവൺമെന്റിന്റെ കാലത്ത് ശ്രീ നന്ദകുമാർ MLA ശരിയായ ഇടപെടലും ഫണ്ട് വകയിരുത്തിക്കൊണ്ടാണ് നമ്മുടെ ചങ്ങരംകുളം ടൗൺ സൗന്ദര്യവൽക്കരണം എന്ന പദ്ധതി കൊണ്ടുവന്നത്. ആ പദ്ധതിയുടെ ഏറെക്കുറെ 60-65% പ്രവൃത്തി പൂർത്തീകരിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോഴുള്ള പ്രശ്നം, അതിന്റെ പണികൾ തുടർന്ന് നടക്കേണ്ടതാണ്. ഇപ്പോഴുള്ള പ്രശ്നം ചങ്ങരംകുളത്ത് വലിയ രീതിയിലുള്ള ഗതാഗത കുരുക്ക് വന്നിരിക്കുന്നു എന്നുള്ളതാണ്. ഇന്ന സമയമൊന്നുമില്ല, ഏത് സമയത്തും വലിയ ട്രാഫിക് ജാം ഉള്ള രീതിയിലേക്ക് ഒരു വാഹനം ഇവിടെ വന്നു പോയാൽ അരമണിക്കൂറോ 1 മണിക്കൂറും വേണം കടന്നു പോകാൻ. ചില ദിവസങ്ങൾ അതിലും കൂടുതൽ എടുക്കുന്നുണ്ട്. അപ്പം അതിന് എതിരായിട്ടൊരു പ്രചരണം നടക്കുന്നുണ്ട്. ആ പ്രചരണം ടൗൺ സൗന്ദര്യവൽക്കരണം അശാസ്ത്രീയമാണ് എന്നുള്ളതാണ്. അനധികൃതമായി കച്ചവടം നടത്തിയിരുന്ന ഷെഡുകൾ, ഓട്ടോ, ടാക്സി, ട്രാവലർ, പിക്കപ്പ് പാർക്കിംഗ് കേന്ദ്രങ്ങൾ എന്നിവ തടസ്സമില്ലാതെ മറ്റൊരിടത്തേക്ക് മാറ്റിയാണ് സൗന്ദര്യവൽക്കരണത്തിന് സ്ഥലം കണ്ടെത്തിയത്. ഇതിന്റെ ഫലമായി ചങ്ങരംകുളം ഹൈവേയിലൊന്നും ഗതാഗത തടസ്സം ഉണ്ടാകുന്നുമില്ല. ഗതാഗത കുരുക്ക് അനുഭവപ്പെടുന്നത് ചങ്ങരംകുളം ടൗണിലെ വടക്കേ റോഡിലും സെന്ററിലുമാണ്. ചില കച്ചവട താൽപര്യങ്ങളുടെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ജൂൺ മാസത്തിൽ ആലങ്കോട് പഞ്ചായത്ത് ഭരണസമിതി വിളിച്ചു ചേർത്ത ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ ഏകപക്ഷീയമായ പരിഷ്കാരങ്ങളാണ് ഗതാഗത കുരുക്കിന് കാരണമെന്നും നേതാക്കൾ ആരോപിച്ചു. ഇത്തരം വിഷയങ്ങളിൽ തീരുമാനമെടുക്കുന്നത് സർവകക്ഷി യോഗം വിളിച്ചു ചേർത്താണ്. അതിനുള്ള മര്യാദ ആലങ്കോട് പഞ്ചായത്ത് ഭരിക്കുന്ന UDF ഭരണസമിതി കാണിച്ചില്ല. മുൻപ് എടപ്പാൾ ഭാഗത്തു നിന്ന് ചങ്ങരംകുളം ടൗണിലേക്ക് വാഹനങ്ങൾ പ്രവേശിച്ചിരുന്നത് പെട്രോൾ പമ്പ് വഴി വൺവേ മാർഗത്തിലായിരുന്നു. അതുപോലെ ചങ്ങരംകുളം ടൗണിൽ നിന്നും കിഴക്കേ റോഡിലേക്ക് പ്രവേശനം വടക്കേ റോഡ് വഴി ചുറ്റിവരണമായിരുന്നു. അല്പം ദൂരപ്രശ്നം ഉണ്ടായിരുന്നെങ്കിലും അന്ന് ഗതാഗത കുരുക്ക് ഇല്ലായിരുന്നെന്നും അതിനെ തകിടം മറിക്കുകയാണ് ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി ചെയ്തതെന്നും CPM നേതാക്കൾ ആരോപിച്ചു. നിലവിലുണ്ടായിരുന്ന ചങ്ങരംകുളം ഹൈവേയിൽ നിന്ന് സെന്ററിലേക്ക് എല്ലാ വാഹനങ്ങളും പ്രവേശിക്കുന്നതിന് പകരം ഓട്ടോറിക്ഷയും മോട്ടോർ സൈക്കിളും മാത്രം കയറ്റിവിടുന്നൊരു സംവിധാനം വന്നാൽ തന്നെ ഒരു 75% ഇന്നത്തെ ഈ ട്രാഫിക് കുരുക്ക് ഇല്ലാതാക്കാൻ വേണ്ടി കഴിയും. നിലവിലുള്ള വൺവേ സംവിധാനം അതേപോലെ നിലനിർത്തി ചെറിയ പരിഷ്കാരം എന്ന രീതിയിൽ ഈ ഓട്ടോറിക്ഷയും മോട്ടോർ ബൈക്കും ചങ്ങരംകുളം ഹൈവേ ജംഗ്ഷനിൽ നിന്ന് സെന്ററിലേക്ക് കടത്തിവിടുന്നതിലേക്ക് മാറണം എന്നുള്ളതാണ്. ഇനിയിപ്പോൾ തിരക്ക് കൂടാൻ പോവാണ്, ഓണക്കാലം വരാൻ വേണ്ടി പോവാണ്. വരും ദിവസങ്ങളിൽ ടൗണിൽ ഓണത്തിനോടനുബന്ധിച്ചുള്ള യാത്രാ തിരക്കുകൾ കൂടുകയും അത് കൂടുതൽ ഗതാഗത കുരുക്കിലേക്ക് വഴിയൊരുക്കുകയും ചെയ്യും. അതിനാൽ ഓണത്തിന് മുൻപ് തന്നെ ചങ്ങരംകുളം ടൗണിലെ ഗതാഗത കുരുക്ക് അവസാനിപ്പിക്കണമെന്നും മുൻപ് നടപ്പിലാക്കിയിരുന്ന വൺവേ നിലനിർത്തിക്കൊണ്ട് ഹൈവേയിൽ നിന്ന് വടക്കേ റോഡിലേക്ക് മോട്ടോർ ബൈക്കുകളും ഓട്ടോറിക്ഷകളും മാത്രം കടത്തിവിട്ട് ട്രാഫിക് പരിഷ്കരണം നവീകരിക്കണമെന്നും ആവശ്യപ്പെട്ടു. ചങ്ങരംകുളം ടൗണിനോട് ചേർന്നുള്ള ഓഡിറ്റോറിയങ്ങൾക്കകത്ത് പൂർണ്ണമായും പാർക്കിംഗ് സൗകര്യം ഉണ്ടാക്കാൻ ശ്രദ്ധ വേണം. അതിനായി ബന്ധപ്പെട്ട അധികാരികൾ ഉടൻ തന്നെ സർവകക്ഷി യോഗം വിളിച്ച് പ്രശ്നം പരിഹരിക്കാൻ തയ്യാറാകണമെന്നും CPM ആവശ്യപ്പെട്ടു. CPIM എടപ്പാൾ ഏരിയ സെന്റർ അംഗം P വിജയൻ, ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിമാരായ M അജയ് ഘോഷ്, NV ഉണ്ണി എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. CNTV ചങ്ങരംകുളം.